ഇവനൊക്കെ അവിടെ നിന്ന് സ്പീഡിൽ വരെയായിരുന്നു. CC കൂടിയ വണ്ടികളും എടുത്ത് CC കൂടിയ വണ്ടികളും എടുത്ത്. എന്താണ് ഈ എഞ്ചിനകത്തെ CC എന്താണെന്ന് അറിയാത്ത ഒരു സുഹൃത്ത് കാണുമല്ലോ നിങ്ങൾക്ക്, അവർക്കൊന്ന് അയച്ചു കൊടുത്തേരെ. ഹലോ ഗൈസ്, വെൽക്കം ടു സെക്കൻഡ് ഡേ ഓഫ് എൻജിൻ ബേസിക്സ്. ഈ 100, 125, 350 എന്നൊക്കെ പറയുന്ന ഈ CC എന്ന് പറയുന്ന ഒരു കണക്കുണ്ടല്ലോ, അത് എൻജിൻ്റെ ഈ സിലിണ്ടറിൻ്റെ കപ്പാസിറ്റിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പം ഈ എത്ര സിലിണ്ടർ എണ്ണമുണ്ടോ ആ സിലിണ്ടറിൻ്റെ എണ്ണവും ഈ എൻജിൻ്റെ സ്പെസിഫിക്കേഷനിൽ പറഞ്ഞേക്കും. കൂടുതലും നമ്മൾ ഈ 150 CC താഴെയുള്ള എൻജിനല്ല, സിംഗിൾ സിലിണ്ടർ ആയിരിക്കും. പിന്നെ ഈ CC എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഈ സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് നീളത്തിൻ്റെ അളവാണ്, എന്ന് പറഞ്ഞാൽ നീളത്തിൻ്റെ യൂണിറ്റാണ്. അതേപോലെ വോളിയത്തിൻ്റെ യൂണിറ്റാണ് ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യൂബിക് സെൻറ്റിമീറ്ററാണ് ഈ CCയുടെ ഫുൾ ഫോം. ഇത് ഹീറോയുടെ സ്പ്ലെൻഡറാണ്. ഇപ്പം ഇത് 100 CC ആണ് കമ്പനി പറയുന്നത്. അപ്പം 100 CC എന്ന് പറയുമ്പോൾ അതിൻ്റെ സിലിണ്ടർ, അതിൻ്റെ കമ്പഷൻ ചേമ്പർ ഉണ്ടല്ലോ, അതിന് 100 ക്യൂബിക് സെൻറ്റിമീറ്റർ കപ്പാസിറ്റി ഉണ്ട്. ഈ ചിലർ കേൾക്കത്തില്ലേ ലിറ്റർ കണക്കിന് പറയുന്നതെന്ന് പറഞ്ഞാൽ കാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200 CCക്ക് പകരം 1.2 ലിറ്റർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 1 CC 1 ml പോലെ തന്നെയാണ്. അപ്പം 1000 CC എന്ന് പറയുന്നതിന് ഒരു 1 ലിറ്റർ എഞ്ചിൻ എന്ന് പറയും. ഇപ്പോൾ 1 ലിറ്റർ എഞ്ചിൻ, 2 ലിറ്റർ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് 2500 CC തന്നെയാണ്. അപ്പോൾ ക്യൂബിക് സെൻറ്റിമീറ്ററിനെ ലിറ്ററിലെ കണക്കിലും പറയും. അപ്പം ഇപ്പം വേണമെങ്കിൽ ഇതിനെയും 0.1 ലിറ്റർ എന്ന് പറയണ്ടേ, 0.1 ലിറ്റർ എന്നും പറയാം. പക്ഷെ അങ്ങനെ പറയുന്നതിൽ എളുപ്പം 100 CC എന്ന് പറയുന്നതുകൊണ്ട് 100 CC എന്ന് പറയും. ഈ സിലിണ്ടറിൻ്റെ എണ്ണം എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള കപ്പാസിറ്റിയാണ് CC എന്ന് പറയുന്നത്. ഈ CC എന്താണെന്ന് ക്ലിയർ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.